ഏവർക്കും ലേൺസിയോയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇനി അടുത്തതായി പഠിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ നിവർത്തന പ്രക്ഷോഭത്തെക്കുറിച്ചാണ്. നിങ്ങൾ ഈ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് കമൻ്റായി രേഖപ്പെടുത്തുക. നമുക്ക് ആദ്യം നിവർത്തന പ്രക്ഷോഭത്തെക്കുറിച്ച് ഒരു കഥ പോലെ പറഞ്ഞു പോകാം. അതിനുശേഷം ചോദ്യോത്തരങ്ങൾ നോക്കാം. പണ്ടൊരിടത്ത് തിരുവിതാംകൂർ എന്നൊരു വലിയ രാജ്യമുണ്ടായിരുന്നു. അവിടെ ഭരണം നടത്തിയിരുന്നത് രാജാക്കന്മാരായിരുന്നു. അന്ന് രാജ്യത്ത് പല വിഭാഗം ആളുകളുണ്ടായിരുന്നു. അതിൽ പ്രധാനമായും 3 വലിയ വിഭാഗക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. ഹിന്ദുമതത്തിൽപ്പെട്ട സവർണ ജാതിക്കാർ അല്ലെങ്കിൽ നായന്മാർ, പിന്നാക്ക ജാതിയിൽപ്പെട്ട ഈഴവർ, പുലയർ തുടങ്ങിയവർ, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും. ഈ വിഭാഗങ്ങൾക്കെല്ലാം അവരുടേതായ ജോലികളും ജീവിത രീതികളും ഉണ്ടായിരുന്നു. എന്നാൽ രാജ്യഭരണത്തിലും സർക്കാർ ജോലികളിലുമെല്ലാം സവർണ ജാതിക്കാർക്ക് മാത്രമായിരുന്നു കൂടുതൽ അവസരങ്ങൾ ലഭിച്ചിരുന്നത്. ഇത് മറ്റു വിഭാഗക്കാർക്ക് വലിയ വിഷമമുണ്ടാക്കി. നമ്മളും ഈ രാജ്യത്തിലെ ആളുകളല്ലേ, നമുക്കും ജോലി വേണ്ടേ, ഭരണം നടത്താൻ നമുക്കും അവകാശമില്ലേ എന്നവർ ചിന്തിച്ചു തുടങ്ങി. അങ്ങനെയിരിക്കെ 1932 തിരുവിതാംകൂർ രാജാവ് ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. പുതിയ നിയമനിർമ്മാണ സഭ രൂപീകരിക്കാൻ പോവുകയാണെന്നും അതിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുമെന്നും രാജാവ് പ്രഖ്യാപിച്ചു. ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. നമുക്കും ഇനി സർക്കാരിൽ കാര്യങ്ങൾ പറയാൻ അവസരം കിട്ടുമല്ലോ എന്ന് പിന്നാക്ക ജാതിക്കാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ആശ്വസിച്ചു. പക്ഷേ പുതിയ നിയമം വന്നപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി. ആ നിയമം അനുസരിച്ച് പിന്നാക്ക ജാതിക്കാർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും സഭയിൽ വളരെ കുറഞ്ഞ പ്രാതിനിധ്യം മാത്രമേ ലഭിക്കൂ. അതായത് രാജ്യത്തെ ഭൂരിഭാഗം വരുന്ന ജനങ്ങൾക്ക് ഭരണം നടത്താൻ ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും ദേഷ്യവും സങ്കടവും വന്നു. അവർക്ക് ഒരു കാര്യം മനസ്സിലായി: നമ്മൾ നേരിട്ട് പ്രതികരിച്ചില്ലെങ്കിൽ ഈ അവസ്ഥ മാറില്ല. അങ്ങനെ ഈ 3 കൂട്ടരും ഒന്നിച്ചു ചേർന്നു. ഈഴവ സമുദായത്തിൽ നിന്ന് സി കേശവനും, ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് NV ജോസഫും, മുസ്ലിം വിഭാഗത്തിൽ നിന്ന് PK കുഞ്ഞും മുന്നിട്ടിറങ്ങി. ഇവർ ചേർന്ന് ഒരു വലിയ പ്രക്ഷോഭം തുടങ്ങി. ഇത് നിവർത്തനം ചെയ്യണം, അതായത് ഈ തെറ്റായ രീതി മാറ്റിയെടുക്കണം എന്നവർ ആവശ്യപ്പെട്ടു. അതുകൊണ്ടാണ് ഈ സമരത്തിന് നിവർത്തന പ്രക്ഷോഭം എന്ന് പേര് വന്നത്. ഈ പ്രക്ഷോഭത്തിന്റെ പ്രധാന ആവശ്യങ്ങൾ ഇതായിരുന്നു: നിയമനിർമ്മാണ സഭയിൽ എല്ലാവർക്കും ജനസംഖ്യാനുപാതികമായി സംവരണം നൽകണം. അതായത് ഓരോ വിഭാഗം ആളുകൾക്കും അവരുടെ എണ്ണത്തിനനുസരിച്ച് പ്രാതിനിധ്യം വേണം. സർക്കാർ ജോലികൾ എല്ലാവർക്കും തുല്യമായി നൽകണം. ഒരു വിഭാഗത്തിന് മാത്രം കൂടുതൽ ജോലി കൊടുക്കുന്ന രീതി മാറ്റണം. പുതിയ നിയമം പൂർണ്ണമായും പിൻവലിക്കണം. പ്രക്ഷോഭം ശക്തിപ്പെട്ടപ്പോൾ സർക്കാർ ആദ്യമൊന്നും വഴങ്ങിയില്ല. പക്ഷേ ആളുകളുടെ സമരം അടിച്ചമർത്താൻ കഴിയില്ലെന്ന് മനസ്സിലായപ്പോൾ സർക്കാർ ചർച്ചകൾക്ക് തയ്യാറായി. ഒടുവിൽ 1936 സർക്കാർ പുതിയൊരു നിയമം കൊണ്ടുവന്നു. ഈ നിയമം അനുസരിച്ച് എല്ലാ വിഭാഗം ആളുകൾക്കും സർക്കാർ ജോലികളിൽ സംവരണം നൽകാൻ തീരുമാനമായി. ഇതിനുവേണ്ടി പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ PSC എന്നൊരു പുതിയ സ്ഥാപനം രൂപീകരിച്ചു. എല്ലാവർക്കും തുല്യ അവസരം ഉറപ്പുവരുത്തുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. അങ്ങനെ പിന്നാക്ക ജാതിക്കാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരുമിച്ച് നിന്ന് നടത്തിയ ആ പോരാട്ടം വിജയിച്ചു. അവർക്ക് കൂടുതൽ അധികാരങ്ങളും അവകാശങ്ങളും ലഭിച്ചു. ഈ സമരം കേരള ചരിത്രത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായി മാറി. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ നോക്കാം. സർക്കാർ ജോലികളിലും നിയമസഭയിലും ജനസംഖ്യയ്ക്ക് ആനുപാതികമായി സംവരണം ആവശ്യപ്പെട്ടുകൊണ്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ ആരംഭിച്ച പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. അപ്പം എന്താണ്? സർക്കാർ ജോലികളിലും നിയമസഭയിലും ജനസംഖ്യയ്ക്ക് അനുപാതികമായി സംവരണം ആവശ്യപ്പെട്ടുകൊണ്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ നടത്തിയ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. ഇതെന്നാണ് നടന്നതെന്ന് ചോദിച്ചാൽ 1932 നിവർത്തന പ്രക്ഷോഭം നടന്നത്. നിവർത്തന പ്രക്ഷോഭത്തിന് വേണ്ടി പ്രവർത്തിച്ച സംഘടനയാണ് അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതി. അപ്പോൾ അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതിയുടെ നേതാക്കൾ ആരൊക്കെയായിരുന്നെന്ന് ചോദിച്ചാൽ സി കേശവനും എൻ വി ജോസഫുമായിരുന്നു. സി കേശവനും എൻ വി ജോസഫുമായിരുന്നു അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതിയുടെ നേതാക്കൾ. അപ്പോൾ സർക്കാർ ജോലികളിലും നിയമസഭയിലും ജനസംഖ്യയ്ക്ക് ആനുപാതികമായി സംവരണം ആവശ്യപ്പെട്ടുകൊണ്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ ആരംഭിച്ച പ്രക്ഷോഭമാണിത്, നിവർത്തന പ്രക്ഷോഭം. ഏത് വർഷമാണ് ഇത് നടന്നതെന്ന് ചോദിച്ചാൽ 1932 നിവർത്തന പ്രക്ഷോഭം നടക്കുന്നത്. നിവർത്തന പ്രക്ഷോഭത്തിന് വേണ്ടി പ്രവർത്തിച്ച സംഘടന ഏതാണ്? അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതിയാണ്. അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതിയുടെ നേതാക്കൾ ആരൊക്കെയായിരുന്നെന്ന് ചോദിച്ചാൽ സി കേശവനും എൻ വി ജോസഫുമാണ്. നിവർത്തന പ്രക്ഷോഭത്തിന്റെ പ്രധാന നേതാക്കൾ ചോദിച്ചാൽ സി കേശവൻ, എൻ വി ജോസഫ്, ടി എം വർഗീസ്, പി കെ കുഞ്ഞ് എന്നിവരാണ്. അപ്പൊ നിവർത്തന പ്രക്ഷോഭത്തിന്റെ പ്രധാന നേതാക്കൾ ആരൊക്കെയായിരുന്നു? സി കേശവൻ, എൻ വി ജോസഫ്, ടി എം വർഗീസ്, പി കെ കുഞ്ഞ്. നിവർത്തനം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവായിരുന്നു ഐ സി ചാക്കോ. ഐ സി ചാക്കോയാണ് നിവർത്തനം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ്. അപ്പൊ നിവർത്തനം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഐ സി ചാക്കോയാണ്. നിവർത്തന പ്രക്ഷോഭത്തിന്റെ മുഖപത്രമാണ് കേരള കേസരി. കേരള കേസരി എന്നത് നിവർത്തന പ്രക്ഷോഭത്തിന്റെ മുഖപത്രമാണ്. അപ്പോൾ നിവർത്തന പ്രക്ഷോഭത്തിന്റെ മുഖപത്രം ഏതാണ്? കേരള കേസരിയാണ്. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് സി കേശവൻ ഏത് വർഷമാണ് കോഴഞ്ചേരി പ്രസംഗം നടത്തിയതെന്ന് ചോദിച്ചാൽ 1935. അപ്പൊ 1935 കോഴഞ്ചേരി പ്രസംഗം. ആരാണ് നടത്തിയത്? സി കേശവനാണ് നടത്തിയത്. എന്ത് പശ്ചാത്തലത്തിലാണ്? നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ് സി കേശവൻ കോഴഞ്ചേരി പ്രസംഗം നടത്തുന്നത്. അതേത് വർഷം? 1935. അപ്പൊ നിവർത്തന പ്രക്ഷോഭത്തിന്റെ പ്രധാന നേതാക്കൾ സി കേശവൻ, എൻ വി ജോസഫ്, ടി എം വർഗീസ്, പി കെ കുഞ്ഞ് എന്നിവരാണ്. നിവർത്തനം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവാണ് ആര്? ഐ സി ചാക്കോയാണ്. ഐ സി ചാക്കോയാണ് നിവർത്തനം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ്. നിവർത്തന പ്രക്ഷോഭത്തിന്റെ മുഖപത്രമാണ് കേരള കേസരി. കേരള കേസരി എന്തിന്റെ മുഖപത്രമാണ്? നിവർത്തന പ്രക്ഷോഭത്തിന്റെ മുഖപത്രമാണ് കേരള കേസരി. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് സി കേശവൻ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് 1935. അപ്പൊ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് സി കേശവനാണ്. ഏത് വർഷം? 1935. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് സി കേശവൻ കോഴഞ്ചേരി പ്രസംഗം നടത്തുന്നത് 1935. PSCയുടെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭം ഏതാണെന്ന് ചോദിച്ചാൽ നിവർത്തന പ്രക്ഷോഭമാണ്. അപ്പം നമ്മുടെ കേരള PSCയുടെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭം ഏതാണ്? നിവർത്തന പ്രക്ഷോഭമാണ്. തിരുവിതാംകൂർ PSC സ്ഥാപിതമായ വർഷം 1936. അത് കേരള PSC ആയി മാറിയ വർഷം 1956. അപ്പം ആദ്യം ട്രാവൻകൂർ PSC അല്ലെങ്കിൽ തിരുവിതാംകൂർ PSC ആയിരുന്നു. അത് സ്ഥാപിതമായ വർഷം 1936. അത് പിന്നീട് കേരള PSC അല്ലെങ്കിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആയ വർഷം എന്നാണ്? 1956. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യ പബ്ലിക് സർവീസ് കമ്മീഷണർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ GD നോക്സ് ആയിരുന്നു. ഇപ്പൊ തിരുവിതാംകൂർ PSCയുടെ ആദ്യ ചെയർമാൻ അല്ലെങ്കിൽ കമ്മീഷണർ ആരായിരുന്നു? GD നോക്സ് ആയിരുന്നു. നിവർത്തനം മെമ്മോറിയൽ നിരാകരിച്ച ദിവാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ടി ഓസ്റ്റിൻ ആണ്. ഒന്നോർത്ത് വെക്കുക, നിവർത്തന മെമ്മോറിയൽ നിരാകരിച്ച ദിവാൻ ആരായിരുന്നു? ടി ഓസ്റ്റിൻ ആണ്. അപ്പൊ PSCയുടെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭം ഏതാണ്? നിവർത്തന പ്രക്ഷോഭമാണ്. തിരുവിതാംകൂർ PSC സ്ഥാപിതമായ വർഷം 1936. പിന്നീട് കേരള PSC ആയി മാറിയ വർഷം എന്നാണ്? 1956. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യ കമ്മീഷണർ ആരായിരുന്നു? GD നോക്സ് ആയിരുന്നു. ആരാണ്? GD നോക്സ് ആയിരുന്നു. നിവർത്തനം മെമ്മോറിയൽ നിരാകരിച്ച ദിവാൻ ആരായിരുന്നു? ടി ഓസ്റ്റിൻ ആണ്. ടി ഓസ്റ്റിൻ ആണ് നിവർത്തനം മെമ്മോറിയൽ നിരാകരിച്ച ദിവാൻ.